ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും സ്നേഹത്തോടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാനിന്നൊരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു ഡിസൈൻ മാത്രമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇതുപോലെ കെട്ടിട്ടതുപോലെയുള്ള ഒരു ബ്ലൗസ് കാണാറില്ലേ? കൂടുതലും സിനിമാടികളാണ് ഇത് ഇടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഡബിളായി മടക്കിയിട്ട് ഇതേപോലെ കൈയുടെ ഭാഗം റിഗാൾ കട്ട് ചെയ്യാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊരു മോഡൽ മാത്രം ആയതുകൊണ്ടാണ് അളവൊന്നും വെച്ച് ചെയ്യാത്തത്. ഇതൊരു മോഡൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നമുക്ക് ബ്ലൗസിന് മാത്രമല്ല, ഇത് ചുരിദാറിനും അതുപോലെ മാക്സിക്കൊക്കെ നമുക്ക് ഈ മോഡൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ കട്ട് ചെയ്തിങ്ങ് എടുക്കുക. അതുപോലെ ഈ മാർക്കിലെ കൂടെ തന്നെ സെയിം ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് പീസും ഇതുപോലെ മടക്കി വെച്ചിട്ട് പ്രത്യേകം നോക്കുക, കറക്റ്റായിട്ടല്ല വെച്ചിരിക്കുന്നത്. ഒരു 2 ഇഞ്ചോളം മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശവും ഇതേപോലെ ഈ 2 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ താഴത്തെ വശം ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിനൊരു കട്ടിട്ട് കൊടുക്കുക, ചെറുതായിട്ട്. അത് മനസ്സിലാവാൻ വേണ്ടിയാണ് സെൻറ്റർ. അതിനുശേഷം ഒരു 5 സെൻറ്റിമീറ്റർ കഴിച്ചൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ തയ്യലിലേക്ക് പോവുകയാണ്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കാഴ്ചയിലെന്നാൽ ഒരു പ്രത്യേകതരം മോഡലായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് ഒഴിവാക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുണി വെച്ചിട്ട് ഇതേപോലെ ഒരു തയ്യൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് ഇതേപോലെ മറിച്ചെടുക്കുക. അതിൻ്റെ മറ്റേ പീസ് ഇതേപോലെ എടുത്തിട്ട് അടിവശം ഇതിൻ്റെ അകത്തേക്കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മറ്റേ പീസിന് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ പീസും അടിവശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ടും അതും ഇതേപോലെ മറിച്ചെടുത്തതിന് ശേഷം സെൻറ്റർ നല്ല ഫ്രില്ല് ഇതേപോലെ കൃത്യമായിട്ട് വലിച്ചെടുത്തിട്ട് ഫ്രില്ലായിട്ട് ചെറിയ ചെറിയ ഫ്രില്ലാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ബ്ലൗസ് ഒരു കെട്ടിട്ട പോലെ തോന്നും. എന്നാൽ കെട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കെട്ടില്ല.
ഇതിൻ്റെ അടിവശം ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതൊരു മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത തുണിയാണ്. രണ്ട് വശം ഇതേപോലെ തയ്യലിട്ട് കൊടുക്കുക. ഇതുപോലെ ബ്ലൗസ് തയ്ച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അത് തുണി സെലക്ട് ചെയ്യുമ്പം അതിനനുസരിച്ച് നല്ല കുറച്ച് നൈസായിട്ടുള്ള തുണി സെലക്ട് ചെയ്യണം. നല്ല ഫ്രില്ല് എന്നാൽ മാത്രമേ കൃത്യമായിട്ട് വരുള്ളൂ. ഇത് കുറച്ച് തടിച്ച തുണിയാണ്, ഒരു ഒതുക്കം കിട്ടാത്ത തുണിയാണിത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടാവും ഇതേപോലെ ബ്ലൗസ് തയ്ച്ചാൽ.